ഇത് നമ്മുടെ റഹീമിന്റെ ബൈക്കല്ലേ? അത് 6786. ചേട്ടാ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ മധുരയിൽ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടി പോകുന്ന ഒരിക്കൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. വന്ന് നോക്കിയപ്പോൾ ഇവിടെ റഹീമിന്റെ വണ്ടി ബുക്കിംഗ് ചാർട്ട് നോക്കി കണ്ടു. ഡേറ്റ് പറഞ്ഞാൽ രാമേശ്വരം ടു പോണ്ടിച്ചേരി മെയിൽ ബസ്. നമ്മുടെ സ്റ്റേഷനിൽ 11:40 തന്നെ വരും. അതിലാ കയറിയേക്കുന്നത്. പോണ്ടിച്ചേരി ഭാഗത്തായിട്ട് അവനൊരു ഫ്രണ്ട് ഉണ്ട് ചേട്ടാ. 10ാം ക്ലാസ് അവൻ്റെ കൂടെ പഠിച്ചത്. അതേട്ടാ അവന്റെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യായിരുന്നു. ഇപ്പൊ ട്രാൻസ്ഫർ മേടിച്ച് പോണ്ടിച്ചേരിയിലോട്ട്. അവർ തമ്മിൽ ഫേസ്ബുക്കിൽ കോൺടാക്ട് ഉണ്ടായിരുന്നു. അവർ നല്ല ക്ലോസ് ആണ് ചേട്ടാ. മലർ, സെൽവി നാഗോറിലുണ്ടെന്ന് വിവരം കിട്ടി. അവിടെ അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. മഞ്ഞ ചുരിദാറിട്ട പെണ്ണിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അറിയില്ല. ചേട്ടാ ഇവരിവിടെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല സാർ, അറിയില്ല. നീ ഇവിടെ പോയി ചോദിക്കും. നീ അങ്ങോട്ട് പോ. 2 കൂടി 30 ചേട്ടാ. ഇതാ പൈസ. ചില്ലറതാ ചേട്ടാ. സെൽവി, ഇതാ മോളെ പൈസ. ഈ കാശ് വാങ്ങിച്ചിട്ട് പോ. സെൽവി മോളെ, എന്താ മോളെ ഇത്? വേണ്ട, അയ്യോ, എന്നെ നോക്കണ്ട. എല്ലാരും ഞാൻ നാണം കെടുത്തില്ലേ? മോൻ വന്നോ? ആരാന്ന് ഞാൻ ചോദിച്ചതാ മോനെ. തുറന്നൊന്നും മിണ്ടിയില്ല. ചേച്ചി, നമ്മുടെ മോള് വന്നിരിക്കുന്നു. ചേച്ചി, എവിടെയോ ആലഞ്ഞു തിരിച്ച് നടന്നവളെ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നായ, എച്ചിൽ തിരുന്ന നായ. എവിടെയാണ് പോയിരുന്നത്? ഓളെ വളർത്താൻ അറിയില്ല. നാണം കെട്ട് എന്റെ അഭിമാനം പോയി. നിന്നുണ്ടല്ലോ, നിന്നെ വെട്ടിക്കൊന്നാലേ എനിക്ക് സമാധാനം കിട്ടും. അവളോടുള്ള സ്നേഹം കൊണ്ട് കണ്ണിൽ ഇരുട്ടിയായിരുന്നു വിചാരിച്ചപ്പോ അവൾക്ക് നേരെ അരിവാളാകുന്നു. ഏത് ജാതിക്കാരെ പ്രേമിക്കണമെന്നോ ഏത് ജാതിക്കാരോട് കൂട്ടുകൂടണമെന്നോ അറിയാത്ത ഇവളെയൊക്കെ ഉണ്ടല്ലോ. എന്റെ ജാതിയാണ് വലുതെന്ന് പറഞ്ഞവരൊന്നും ഇതുവരെ മര്യാദക്ക് ജീവിച്ചിട്ടില്ല. എന്റെ ജാതിയാണ് വലുതെന്ന് പറഞ്ഞവരൊന്നും മര്യാദക്ക് ചത്തിട്ടുമില്ല.